എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ്, അതിൽ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസിലെ ആക്ടിവിറ്റി 7 അതൊരു പസിലാണ്. ആ പസിലിൽ നിന്ന് നമ്മൾ വേർഡ് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഒന്ന് നോക്കുക. ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ ബാക്കിയുള്ള ഈ ഒരു കോളത്തിൽ എന്താണ് ഒളിഞ്ഞു കിടക്കുന്ന വാക്കുകൾ കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോരോ വാക്കുകൾ, പല വാക്കുകൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് ആ വാക്കുകൾ ഓരോന്നായിട്ട് ഇവിടെ നോക്കാം. അങ്ങനെ നോക്കി ആ ഒരു വാക്കുകൾ ഇവിടെ എഴുതുകയും കൂടി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോളത്തിൽ എന്ത് വേണം, എഴുതുകയും കൂടി വേണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ കൃത്യമായിട്ട് കുട്ടികളോട് നോക്കാൻ പറയാം. കുട്ടികൾക്ക് ഏതെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നതിന് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇത്തരത്തിലുള്ള റെഫറൻസ് വീഡിയോകളിലേക്ക് പോകേണ്ടത് എന്ന് ആദ്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ ഒരുപാട് വാക്കുകൾ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് തന്നെ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിലത്തെ വാക്കുകൾ ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം, നോക്കിയോ. റോഡ്, ROAD, റോഡ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് ആദ്യം കഴിയും. ഫസ്റ്റ് വരിയിൽ തന്നെ ഉണ്ട് റോഡ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. റോഡ് കണ്ടു എന്ന് വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് മറ്റൊരു വാക്ക് CAR എന്താ, കാർ ഇവിടെയുണ്ട്. പിന്നെ അടുത്ത വാക്ക് ഓക്കെ, CLOUD എന്താ വായിക്കുക, ക്ലൗഡ് എന്നൊരു വാക്ക് അടുത്തതായിട്ട് ഇവിടെ ഉണ്ട്. ഇനി അടുത്ത വാക്ക് ഏതാ? ആ ക്ലൗഡിന്റെ മുകളിൽ തന്നെ നമുക്ക് ആ 2 വട്ടം വരച്ച് ഇപ്പോൾ വേറൊരു വാക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TT എന്താ, ചായ. T ഉണ്ട് ഇവിടെ, T നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, TEA. ഇനി അടുത്തതായിട്ട് ആറിൻ്റെ അവിടെ നോക്കുമ്പോൾ RAIN എന്താണ്, റെയിൻ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓളുണ്ട്. പിന്നെ അടുത്ത ഏതാണുള്ളത്? ഞാനും ഈ ഒരു സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് വാക്കാണ് കിട്ടുക എന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് നോക്കാം. അടുത്തതായിട്ട് ഒരു വാക്ക് കിട്ടുന്നുണ്ട്, STORM എന്താണ്, സ്റ്റോം. STORM സ്റ്റോം, അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ഒരു വിൻഡ് അവിടെയുണ്ട്, WIND വിൻഡ് അവിടെയുണ്ട്. ഇനി ആ ഒരു ഡീൻ്റെ അവിടെ ഡിയിൽ നോക്കി കഴിയുമ്പോൾ DAM എന്താണ്, ഡാം എന്നുള്ളത് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് അവിടെ കഴിയുന്നു. ഇനി വേറെ ഏതെങ്കിലും വാക്കുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുക, നോക്കുക. ഞാനിപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ വാക്കുകളാണ് ഇത്, ഇത്ര എണ്ണം. അപ്പോൾ നമുക്ക് ആ വാക്കുകളൊന്ന് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. ഒന്ന് നോക്കുക ഏതൊക്കെ വാക്കുകൾ നമുക്കിവിടെ താഴേക്ക് എഴുതാം. ഏതൊക്കെ വാക്കുകളുണ്ട്? റോഡുണ്ട്, ROAD, കാറുണ്ട്, CAR, ക്ലൗഡ് ഉണ്ട്, CLOUD. പിന്നെ ക്ലൗഡ് കഴിഞ്ഞിട്ട് T ഉണ്ട്, TEA. T കഴിഞ്ഞിട്ട് വേറെ ഏതാളുടെ, റെയിൻ ഉണ്ട്, RAIN, റെയിൻ. പിന്നെ
അത് കഴിഞ്ഞാൽ സ്റ്റോം ഉണ്ട്, STORM, സ്റ്റോം ഉണ്ട്. സ്റ്റോമിന് ശേഷം വിൻഡ് ഉണ്ട്. വിൻഡിന് ശേഷം ഡ്യൂ ഉണ്ട്. ഇത്രയും വാക്കുകളാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.